നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരായിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ് സൈബർ ഇടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സഖാക്കൾ മുതൽ കാര്യകാരണങ്ങൾ അറിയാത്ത അടിമകൾ വരെ ഉൾപ്പെടുന്നുവെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമൂഹത്തിൽ അനീതി സംഭവിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്യുന്ന അറിയപ്പെടുന്ന ഹൈക്കോടതി ജഡ്ജി കൂടിയായിട്ടുള്ള ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ ഏത് വിധേനയും ഒതുക്കാമെന്നുള്ള ഒരു നീക്കമായിരുന്നു ഇതിനു പിന്നിൽ പല സഖാക്കളും മനസ്സിൽ കരുതിയിരുന്നത്. പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിധി പുറപ്പെടുവിച്ച, വിധിന്യായം പങ്കുവച്ച ജഡ്ജിയെ വിമർശിക്കാനുള്ള അധികാരം ആർക്കും തന്നെ ഇല്ല എന്നുള്ള കാര്യമാണ് ഇവരൊക്കെ മറന്നുപോയത്, ഒരുപക്ഷെ അറിവില്ലാതായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കടും വെട്ട് തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. സൈബർ അധിക്ഷേപം നടത്തിയ PK സുരേഷ് കുമാർ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടാണ് പോലീസ് മരവിപ്പിച്ചത്. സൈബർ ആക്രമണത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായിട്ടുള്ള അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മറ്റ് നിയമ നടപടികൾ കൂടി ഒരുപക്ഷെ ഇദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണത്തിനിടയിലാണ് സുരേഷ് കുമാറിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചത്. അന്വേഷണം തുടരുകയാണെന്ന്, മറ്റ് നടപടികൾ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നുവെന്ന് കൂടിയാണ് പോലീസ് പറയുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 12-ാം തീയതി ആയിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുത്തത്. റോഡരികിൽ നിയമവിരുദ്ധമായ രീതിയിൽ സ്ഥാപിച്ച ഫ്ലെക്സുകൾ, ഇതുമായി ബന്ധപ്പെട്ട കേസിൽ കോടതി സ്വീകരിച്ച നിലപാട്, ഉത്തരവ്, ഇതൊക്കെ തന്നെയാണ് ഇവരെ ചൂണ്ടിപ്പിച്ചത്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ റോഡ് തടഞ്ഞുകൊണ്ട് നടത്തുന്ന പാർട്ടി പരിപാടികളും സമാനമായി ഫ്ലെക്സ് ബോർഡുകളും പാർട്ടി സമ്മേളനത്തിനും മറ്റുമായി സ്ഥാപിക്കുന്നത് വലിയ തോതിൽ അപകടങ്ങൾ പോലും വിളിച്ചു വരുത്തുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലീസിന് പോലും സാധിക്കുന്നില്ല, രാഷ്ട്രീയ സമ്മർദ്ദം കാരണം. ഭരണകക്ഷിയുടെ ബോർഡ് ഇളക്കി മാറ്റാൻ പോലീസിന് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെയാണ് നിയമ പരിപാലകരായി നിൽക്കുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ നിസ്സഹായാവസ്ഥ. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രംഗത്ത് വരികയും കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തതിന് പിന്നാലെയാണ് സൈബർ അധിക്ഷേപവും ആക്രമണവും രൂക്ഷമായത്. PK സുരേഷ് കുമാറിനെ കൂടാതെ നിരവധി ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയതായി അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് പരാതി നൽകിയത്. പാതയോരത്തെ അനധികൃത ഫ്ലെക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥരെ നിശിതമായി തന്നെയായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചത്, ശേഷം ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ ആക്രമണവും കടുത്തു. അപകീർത്തിപ്പെടുത്തൽ, കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുക തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചേർത്ത് തന്നെയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ MK മുരളിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ ചുമതല നൽകിയത്. പൊതുസ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള അനധികൃത ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശം തന്നെ നിലവിലുണ്ട്. ഇതൊന്നും തന്നെ പാലിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ചുമത്തുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നുള്ള ഒരു താക്കീതായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയത്. ഹൈക്കോടതി നിർദ്ദേശം നടപ്പിലാക്കാനായി അധികൃതർ നിയമ നടപടി സ്വീകരിച്ചതോടെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചിലരൊക്കെ ജഡ്ജിക്കെതിരെ മോശമായ അധിക്ഷേപ പരാമർശവുമായി രംഗത്ത് വന്നത്. പൊതുസ്ഥലത്തെ അനധികൃത ഫ്ലെക്സ് ബോർഡുകളും കൊടിതോരണങ്ങളുമൊക്കെ വലിയ വിപത്ത് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതിനെ ശക്തമായി തന്നെയാണ് എതിർക്കേണ്ടത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിനെതിരെ പ്രവർത്തിക്കുന്നതിനെ വളരെ മോശകരമായ രീതിയിൽ തിരിച്ചു നേരിടുന്ന ഒരു സംഘത്തെ തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ തന്നെ, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ രാഷ്ട്രീയക്കാരും തങ്ങളുടെ പ്രവർത്തകർക്ക് ഉപദേശിച്ച് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം തന്നെയാണ്. അതുകൂടാതെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കാൻ കൂടി പഠിക്കുക എന്നുള്ളത് അത്യാവശ്യം മനസ്സിലാക്കേണ്ട പൊതുബോധം കൂടിയാണ്, പ്രത്യേകിച്ചും ഇന്ത്യയിലെ പൗരന്മാരായിട്ടുള്ള നമ്മളേവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.